വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം കുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ 2025. എന്തൊക്കെ മിസ്റ്റേക്ക്, എന്തൊക്കെ ലേണിങ്. മിസ്റ്റേക്ക് ചെയ്തതൊക്കെ തിരിച്ച് അതേ മിസ്റ്റേക്ക് 2025 ചെയ്യരുത്. 2024 എന്തൊക്കെ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തോ അതേ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യരുത് 2025. എന്തൊക്കെ നല്ല നല്ല ലേണിങ്സ് ഉണ്ടോ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 2025 എല്ലാവർക്കും നല്ല നല്ല പ്രോഫിറ്റുകൾ കുന്നുകൂടട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും പുതുവത്സര ആശംസകൾ. നമ്മളെപ്പോഴും തുടങ്ങാറുള്ളത് പോലെ നിഫ്റ്റി ഈ ഡിഫറൻസ് ഇത് വീണ്ടും പറയുകയാണ്. ഈ ഡിഫറൻസ് എവിടെയൊക്കെ നമ്മൾ നോക്കണം, ഈ വരുന്ന ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് പ്രൈസ് ആക്ഷനിലാണോ അല്ല ഇതിൻ്റെ സ്ക്രിപ്റ്റിലാണോ സ്ട്രൈക്ക് പ്രൈസിലാണോ എങ്ങനെയൊക്കെയാണ് ഇത് നോക്കേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഐഡിയ കിട്ടും. ഇപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുകയാണ്, സ്പോട്ടിനും ഫ്യൂച്ചറിനും ഉള്ള ഒരു ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ FII DII അല്ലെങ്കിൽ വലിയ റീറ്റെയിലേഴ്സ്, ബിഗ് റീറ്റെയിലേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ ഹെഡ്ജിങ്ങിനായിട്ട് ആണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സ്റ്റോക്ക് വാങ്ങിക്കും, സ്റ്റോക്കിൽ ലോസ് ഉണ്ടാകാതിരിക്കാൻ ഇവിടെ ഹെഡ്ജ് ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് NSE ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലോസ് ആർക്കും വരാൻ പാടില്ല എന്ന് NSE തന്നെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇന്നലെ ടെലഗ്രാം ചാനലിൽ ലൈവ് ഒബ്സർവേഷൻ രാവിലെ നമ്മൾ കൊടുത്തിരുന്നു. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, ടെലഗ്രാമിൽ ചാർട്ട് ഇട്ടിരുന്നു. അതുപോലെ ലൈവ് ഒബ്സർവേഷനും രാവിലെ ഇട്ടിരുന്നു. കാരണം ഇന്നലെ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയത്. നിഫ്റ്റി 50-യിലെ സ്പോട്ടും ഫ്യൂച്ചറും ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാൽ നോർമലായിട്ടും എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ, ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ സെല്ലേഴ്സ് കോൺഫിഡൻസ് എന്ന് പറയും. പക്ഷേ അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ഇന്നലെ ക്ലിയറായിട്ട് പറഞ്ഞത്. 23,200, അതായത് ഔട്ട് ഓഫ് ദ മണി OTM ഓപ്ഷൻ. അതായത് ഇന്നലെ ഓപ്പൺ ആയത് 23,560 അവിടെയൊക്കെയാണ് ഓപ്പൺ ആയത് നിഫ്റ്റി സ്പോട്ട്. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റിനകത്ത് തന്നെ പറഞ്ഞു, വാച്ചിങ് 23,200 PE എബവ് 30 സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫാള് അല്ലെങ്കിൽ നല്ലൊരു ഡൗൺ മൂവ് നിഫ്റ്റിയിൽ കിട്ടുമായിരുന്നുള്ളൂ. അത് നടക്കാത്തത് കൊണ്ട് നമ്മൾ റിവേഴ്സൽ ഒരു സിയിൽ ട്രൈ ചെയ്തു. സിയിൽ എൻട്രിയും ഡിസ്കസ് ചെയ്തിരുന്നു, എക്സിറ്റും ഡിസ്കസ് ചെയ്തിരുന്നു, SLും ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ടെലഗ്രാം ചാനലിൽ. സോ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നമ്മുടെ ഇന്നലെ നടത്തിയ ലൈവ് സ്റ്റഡിയാണ് കേട്ടോ. അതൊക്കെ ലൈവ് സ്റ്റഡിയാണ്. നമ്മൾ ഇന്നലെ അവിടെ എപ്പോഴും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലൈവ് സ്റ്റഡീസ് അവിടെ കൊടുക്കാറുണ്ട് ടെലഗ്രാം ചാനലിൽ. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് കിടക്കാം. കാര്യത്തിൽ ഇങ്ങനെ വേണം നമ്മൾ മാർക്കറ്റിനെയും ഓപ്ഷനെയും, ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം കാണാനായിട്ട്. അല്ലാതെ ഗ്യാപ്പ് ഡൗൺ ആയി ഒരു 500-600 പോയിൻ്റ് നിഫ്റ്റി ഇപ്പോൾ വീഴും, ചടപടയെന്ന് പറഞ്ഞ് വീഴും, പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, മന്ത് എൻഡ് ആണ്, അങ്ങനെയൊന്നും അല്ല. അത് എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, അതിനൊരു എക്സാമ്പിളാണ് ഇന്നലെ ടെലഗ്രാം ചാനലിൽ ഔട്ട് ഓഫ് ദ മണി റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. വീണ്ടും പറയാം, വളരെ സിമ്പിളാണ്. 23,200 ഹൈ, PEയുടെ ഹൈ 25 രൂപയായിരുന്നു. പ്രീവിയസ് ഡേ ഹൈ എന്ന് പറഞ്ഞ് 25 രൂപയായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ ഇത്ര പോയിൻ്റ് ഉണ്ട്, ഇത്ര പോയിൻറ്റിന് മുകളിൽ അവർ സസ്റ്റെയിൻ ചെയ്യണം, അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അവിടെ PE സെല്ലർ പേടിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? PE സെല്ല് ചെയ്തിട്ടേക്കുന്ന ആൾക്കാർ എന്താ പറയുന്നത്, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് അല്ലേ. അപ്പോൾ ഈ PE സെല്ലർ വീണ്ടും ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കണം. NSE തന്നെ ഈ ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെല്ലേഴ്സിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷൻ സെല്ലറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ PE സെല്ലർ പേടിക്കണം. PE സെല്ലർ എന്താണ് പറയുന്നത്, മാർക്കറ്റ് നിഫ്റ്റി മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകും. അതാണ് PE സെല്ലർ പറയുന്നത്. അപ്പം ഗ്യാപ്പ് ഡൗൺ ആകുമ്പോൾ മുകളിലോട്ട് പോയില്ലല്ലോ, ഗ്യാപ്പ് ഡൗൺ അല്ല. അപ്പോൾ ഡൗൺ ആകുമ്പോൾ എന്താ ചെയ്യുക, അവർ പേടിക്കണം അല്ലേ. അവർ പേടിച്ചിട്ട് അയ്യോ താഴെ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യണം. അപ്പോൾ ബൈ ചെയ്യണം. സെല്ല് ചെയ്തതിന് എന്ത് ചെയ്യണം, ബൈ ചെയ്യണം. എങ്കിലല്ലേ താഴോട്ട് പോകത്തുള്ളൂ. അപ്പോൾ
അവർ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് ദ മണി വലിയ റിയാക്ഷൻ കൊടുത്തില്ല. അതായത് പ്രീവിയസ് ഡേ ഹൈയിന് മുകളിൽ പോലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, അവിടെയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് റിവേഴ്സലായത് ഇന്നലെ. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇന്നലെ റിവേഴ്സലായതിൻ്റെ കാര്യം രാവിലെ ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അത് ഇട്ടിരുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഇന്നത്തെ ലെവൽസ്. ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 130 പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ എവിടെയാണ് ഇവിടെ ഇത് കണ്ടുമുട്ടുന്നത് എന്ന് നോക്കുക. ഇതാണ് നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. ഓക്കെ, നിഫ്റ്റി ഫ്യൂച്ചർ ഇതാണ് ലെവൽസ്. ഈ ലെവൽസ് മാർക്ക് ചെയ്തിടുക. പോയിൻ്റ് ഓഫ് കൺട്രോൾ എവിടെയാണ് കണ്ടുമുട്ടുന്നത്, ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് കണ്ടുമുട്ടുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇമ്പാക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെയാണ്. ഇതിന് 160 പോയിൻറ്റിന് ഡിഫറൻസ് ഉണ്ട്. നിഫ്റ്റി 50 ഇന്നലെ ക്ലോസ് ചെയ്തത് 23,644 സ്പോട്ട്. ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 23,805 ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇന്ന് ലേണിംഗ്, പുതുവത്സരമല്ലേ, അപ്പോൾ ഒരു കാര്യം ഓൾറെഡി ഗ്യാപ് ഡൗൺ ആയാൽ എങ്ങനെ നോക്കണമെന്നുള്ള ഒരു ലേണിംഗ് നമ്മൾ പറഞ്ഞു. വീഡിയോ കുറച്ച് വലുതാവുന്നുണ്ട് എങ്കിലും ഇതൊരു ലേണിംഗ് ആയിട്ട് 1-ാം തീയതി ആയിട്ട് നിങ്ങളത് എടുക്കുക. ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇവിടെ കാണിച്ചിരിക്കും 23,805.85 അല്ലേ ക്ലോസിങ്. പക്ഷേ ഫ്യൂച്ചർ ഇവിടെ അല്ല ഉള്ളത്. സത്യം പറഞ്ഞാൽ ഫ്യൂച്ചർ ഇവിടെ അല്ല ഉള്ളത്. ഫ്യൂച്ചർ നമ്മളിവിടെ സ്പോട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 23,700 എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫ്യൂച്ചർ നിൽക്കുന്നത്. അവിടെ ക്ലോസിങ് 805. പക്ഷേ സത്യത്തിൽ അവിടെ അല്ല നിൽക്കുന്നത്. ഫ്യൂച്ചർ നിൽക്കുന്നത് 23,700 ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. 1-ാം തീയതി ആയിട്ട് നല്ലൊരു പുതിയൊരു പഠനം നിങ്ങൾക്ക് ഇരുന്നോട്ടെ. അത് ലേൺ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. സോ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ 23,800 ഫ്യൂച്ചർ. അത് ഫ്യൂച്ചർ അവിടെ ക്ലോസിങ് ഉണ്ടെന്നുണ്ടെങ്കിലും നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എവിടെയാണ് നിൽക്കുന്നത്, 23,700 ഓക്കെ, പെട്ടെന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ 888 പോയിൻ്റ് ഓഫ് കൺട്രോൾ. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. നോട്ട് ചെയ്ത് വയ്ക്കുക. നല്ല നല്ല ട്രേഡുകൾ, എൻട്രിയും എക്സിറ്റും ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ. അതേപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അനാലിസിസും ലൈവും ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് കൂടുതൽ ചെയ്യും തോറും എനിക്ക് പ്രോത്സാഹനം കൂടും. ഞാൻ മോട്ടിവേറ്റ് ആകും. എന്നിട്ട് പുതിയ കാര്യങ്ങൾ വീണ്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അതിൻ്റെ കുറച്ച് ഡെപ്തായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു വെരി മച്ച്.